ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് സ്ലീപ്പിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യട്ടോ. 46ഓളം ആളായിട്ടുണ്ട്. ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ആയ ഒരു സെഷനാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 13 എസെൻഷ്യൽസിൻ്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂന്നാം ഭാഗമായ ഒരു 3 പാട്ടുകൾ, മൂന്നാം ഭാഗത്തിന്റെ ഒരു 3 സ്റ്റെപ്പുകളായിരിക്കും ഇന്ന് നമുക്ക് തരുന്നുണ്ടാവുക സാജിദ മാഡം. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാജിദ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യാണ്, തൃശ്ശൂരിൽ നിന്നും. ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് 4 മാസമായി. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ലീഡർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്, പുതിയ ആൾക്കാരെ കൊണ്ട് പരിചയപ്പെടുത്തിയാണ്. വെൽക്കം സാജിദ മാഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. രാവിലെ എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സൈക്കിളിലേക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനൊരു വെൽക്കം പറയാണ്. കാരണം എല്ലാവർക്കും രാവിലെ നമ്മുടെ ഈ ഒരു മോർണിംഗ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു സെഷൻ ആണല്ലേ. നമ്മൾ മറ്റുള്ള സെഷനെ അപേക്ഷിച്ചിട്ട് രാവിലത്തെ ഈ ഒരു ടൈമാണ്. നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു സെഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു മിസ് ചെയ്യാതെ അത് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. നമ്മളിപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാല് ഈ ഒരു നമുക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ ചെയ്യുന്ന പണി എന്താണെങ്കിലും ആ പണിയെ തടസ്സപ്പെടുത്താതെ നമുക്കത് അവിടെ വെച്ചുകൊണ്ട് നമുക്കത് കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. പക്ഷെ നമ്മുടെ പണികൾക്കും ഒരു തടസ്സമില്ലാതെ നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു മോർണിംഗ് മിസ് ചെയ്യാതെ എല്ലാവരും കേൾക്കാനും ശ്രമിക്കുക. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയാ, നമുക്ക് പല ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ 2 സെഷനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച, അതിന് മുൻപത്തെ ചൊവ്വാഴ്ചയായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു 13 എസെൻഷ്യൽ, അതായത് നമ്മുടെ ഒരു ഫുഡിലേക്ക് ഒരു ഉപ്പ് എത്രത്തോളം നമുക്ക് പ്രാധാന്യമാണോ അതുപോലെയാണ് നമ്മൾ ഈ 30 എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ്സിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മളിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു 30 എസെൻഷ്യലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ടായിട്ടുള്ള സെറ്റ് ദി പ്രയോറിറ്റി, സെൻസ് ഓഫ് അർജൻസി, നോ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് നമ്മൾ പറയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ നമ്മൾ 4ാമത്തെ പോയിന്റായ ഡ്രീം എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് നമ്മൾ പറയുണ്ടായിരുന്നു. ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് പറയണ്ടേ. അപ്പൊ അതിന്റെ 3ാമത്തെ ഭാഗമായിട്ട്, അതായത് 30 എസെൻഷ്യലിലത്തെ 5ഉം 6ഉം 7ഉമായിട്ടുള്ള പോയിന്റുകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള പല രീതിയിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മൾ ആരും ഒരു ബിസിനസ്മാന്റെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെയോ മക്കളായിട്ടല്ല നമ്മൾ ജനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാവരും ഒരുപോലെ അല്ല ചിന്ത ഉണ്ടാവുക, അല്ലെ. പലർക്കും പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വരാന്ന് പറഞ്ഞ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ബിസിനസ് മൈൻഡ് വേണം. കൃത്യമായ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ പല ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എംപ്ലോയി ആവാം, സെൽഫ് എംപ്ലോയി ആവാം, ഒരു ബിസിനസ്മാൻ ആവാം. ഇപ്പൊ അതൊന്നും അല്ലാതെ ഒരു വീട്ടുപണി ചെയ്യുന്നവർ, നമ്മൾ സാധാരണ ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളും, അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം വേണ്ടത് ഒരു ബിസിനസ് മൈൻഡാണ്. കാരണം ഇപ്പൊ ഒരു എംപ്ലോയി എന്ന് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവില്ല. കാരണം അവരെപ്പോഴും നമ്മുടെ ഈ ഒരു ഇനി ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചു വരുന്ന രീതിയിലായിരിക്കും അവരുടെ ചിന്തകൾ പോകുന്നുണ്ടാവുക. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ചെലവാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു എംപ്ലോയ്മെന്റ് മത്സരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പല പ്രൊഫഷണലിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമ്മൾ ജോലികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാമെന്ന് ഒരു സ്കൂളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ നമ്മൾ അത് പഠിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കണക്ട് ആയതിനു ശേഷം നമ്മൾ ഓരോ ദിവസമുള്ള ഓരോ ഇതിൽ കൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയ്മെന്റ് മത്സരത്തിലുള്ള ആള് പറയുന്നില്ലേ, എനിക്ക് എന്ത് ഇതിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, ഇതിൽ നിന്ന് എന്ത് എനിക്ക് കിട്ടും നോക്കട്ടെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കും. കാരണം
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാമുകൾ ഇപ്പൊ നമ്മൾ പല പ്രോഗ്രാമുകളുണ്ട്, അച്ചീവേഴ്സ് മീറ്റ്, അതുപോലെ തന്നെ വുമൻസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോഗ്രാം. ഇപ്പൊ അടുത്ത നമുക്ക് 25-ാം തീയതി നമുക്ക് വരുന്നുണ്ട് അവാർഡ് ഫംഗ്ഷൻ പ്രോഗ്രാം. പക്ഷെ ഈ മറ്റു പ്രോഗ്രാമിനെ പോലെയുള്ള അവാർഡ് ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്കൊന്നും നമുക്ക് പൈസ ചെലവില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എത്ര ആൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള പ്രോഗ്രാമിലേക്കൊക്കെ നമ്മള് ലീഡേഴ്സ് നമ്മളോട് പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് വേണ്ട ഒരു ഡെവലപ്മെന്റിനും കൂടിയിട്ടാണ്. കാരണം നമുക്ക് ലഭിക്കാതെ പോകുന്ന പല അറിവുകളും ഇത്തരം മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു പുതിയതായി ജോയിൻ ചെയ്ത ഒരാള്, ഒരു എംപ്ലോയ്മെന്റ് മൈസെറ്റിലുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ, ഇപ്പൊ ഒരു ടിക്കറ്റ് ചാർജ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിനോട് പറയുമ്പോൾ ആളെന്താ പറയാം, ഞാൻ എന്തിനാണ് ഇത് ചെലവാക്കുന്നത്, ആദ്യം എനിക്ക് ഇതിൽ നിന്ന് കിട്ടട്ടെ, കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെലവാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എന്താ ചിന്തിക്കാന്ന് അറിയോ, എനിക്ക് എന്ത് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും, ഞാൻ എന്ത് കൊടുത്തിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് ലഭിക്കുക എന്ന് ചിന്തിക്കും. കാരണം അത് ചിലപ്പോൾ പണമാവാം, ചിലപ്പോൾ ടൈം ആവാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തോ ആവാം. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും. കാരണം താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ചെലവാക്കാൻ സാധിക്കുന്നത്, അതിനനുസരിച്ച് അതിന്റെ ഇരട്ടിയാണ് നമുക്ക് ഇന്ന് നേടാൻ സാധിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് അകലെയുള്ള ഒരു വ്യക്തി, നമുക്കൊരു പ്രോസ്പെക്ട് ഉണ്ട്. ആ ഒരു പ്രോസ്പെക്ട് ഇപ്പൊ ഒരു 100 കിലോമീറ്റർ എത്രയോ അപ്പുറത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ ആളൊന്ന് കാണാൻ പോകണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അപ്പൊ ഈ ആദ്യമായി ജോയിൻ ചെയ്ത് ഈ എംപ്ലോയ്മെന്റ് മൈസെറ്റിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എന്ത് ചിന്തിക്കാന്നറിയോ, ഇത്ര കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്യണം. അത് ഇപ്പോ ചില ബസ്സിനാവാം, അല്ലെങ്കിൽ ട്രെയിനോ, അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലോ ആയിരിക്കാം. എന്തായാലും അത്രയും ദൂരം നമ്മൾ പോവാനായിട്ട് നമുക്ക് അവിടെ ഒരു ചെലവ് വരുന്നുണ്ട്, അല്ലെ, പൈസ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവേണ്ട ആവശ്യമുണ്ടോ, ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ ഒരുപക്ഷെ നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നമുക്ക് ഏറ്റവും വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെലവിനെ കുറിച്ച് നമ്മൾ അവിടെ ചിന്തിക്കില്ല. നമ്മൾ അദ്ദേഹത്തെ കാണാൻ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ പോകണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലായിരിക്കണം. ഈ ഒരു ബിസിനസ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചൊരു ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കൊരു മെന്റർ ഉണ്ടാവും, അല്ലെ. നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു, കൃത്യമായ വഴികാട്ടിയായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ മറ്റൊരു ബിസിനസ് ചെയ്യുന്ന പോലെയല്ല, മറ്റെന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. അതിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടണം. പക്ഷെ ഇവിടെ നമുക്കൊരു കൃത്യമായ ഒരു മെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാജി സാർ, അദ്ദേഹം നമുക്ക് എന്താ, നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ഓരോ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പേഴ്സണൽ ആയിട്ടും അദ്ദേഹം പറഞ്ഞുതരും, നമുക്ക് ഇതുപോലെ ഓരോ സെഷനിലൂടെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഗോളിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രധാനമായിട്ട് നമ്മളായാലും ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ദിവസത്തിലെ കുറച്ച് നേരമെങ്കിലും നമ്മളൊരു മെന്ററുമായിട്ട് നമ്മൾ കൃത്യമായ ഒരു സംസാരം ഉണ്ടായിരിക്കണം. നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൃത്യമായിട്ട് എത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മുടെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. കാരണം സാറ് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തുതരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പല ആൾക്കാരും പുതിയത് വന്ന ആളുകൾ ചിലപ്പോൾ പക്ഷെ ദയവായിട്ട് ആ കോണ്ടാക്ടിങ് ഉണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു കോണ്ടാക്ടിങ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ മെന്റർ ആരാണോ അവരുമായിട്ട് തീർച്ചയായും നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോ അവരുമായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. കാരണം ഈ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. നമ്മളൊരു കസ്റ്റമർ ആയിട്ട് മാത്രം നിലനിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ്, ഡെവലപ്പ് ബിസിനസ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മെന്റാലിറ്റി, നമ്മൾ ആ ഒരു ചിന്തകളെ നമ്മൾ ശരിക്കും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ളത്. അടുത്ത ഒരു പോയിന്റ് ആണ് നമ്മുടെ ക്രിയേറ്റീവ് മൊമെന്റം ആൻഡ് മെയിൻറ്റെയിൻ ദി മൊമെന്റം എന്ന് പറയുന്ന 6ാമത്തെ പോയിന്റ്. ഈ ഒരു മൊമെന്റം എന്നൊരു വാക്ക് നമ്മൾ
പലരും കേട്ടിട്ടുണ്ട്. അതിന് പല ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ മൊമെന്റം എന്നുള്ള ഈ വാക്കിന് നമ്മുടെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ഈ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? അത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഈ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാര്യം നമ്മൾ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യാം. അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഈ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ചെയ്യുന്നത്. ഇപ്പൊ ഒരു മൊമെന്റ് ഉണ്ടെങ്കിലാണ് ഒരു ഹൈ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഇതില് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മൊമെന്റം വേണം. ഇപ്പൊ ചിലർ പറയും എന്താ, ഞാന് പരാതി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു, എന്റെ കൂടെ വന്ന ആളുകള് അവർ കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്റെ ഒരു ബിസിനസ് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് അവർ ചിന്തിക്കും. പക്ഷെ സത്യത്തിൽ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. കാരണം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്തണം. സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കണം, ഞാൻ പെർഫെക്റ്റ് ആണോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മൾ കൂടെ വന്ന ആളുകളിലേക്ക് നമ്മൾ ചിന്തിക്കരുത്. കാരണം അവര് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവര് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എപ്പോഴും ആദ്യം നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു നമ്മുടെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. അല്ലാതെ നമ്മൾ കൂടെ വന്ന ആളുകൾ കാരണമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ സ്വയം ചെയ്യണം. ഇപ്പൊ ഒരു ഒരു കുക്കിംഗ്, ഇപ്പൊ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുക്കിങ്ങിന്റെ കാര്യം നമ്മൾ ഉദ്ദേശിച്ചു, അവര് നമ്മളിപ്പോ ഒരു വീട്ടില് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് അങ്ങനെയുള്ള പല ഇതിലും നമ്മൾ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ ഒരു ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ടാവൂലേ. അപ്പൊ നമ്മൾ ഒരു ഫുഡ് ഇപ്പൊ ഒരു നേരത്തെ ഇപ്പൊ ഒരു ഉച്ചക്കലത്തെ ആണെങ്കിൽ നമ്മൾ ആ ഫുഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമ്മൾ എടുത്തിട്ടായിരിക്കും ആ ഒരു ഫുഡ് നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ എന്തോ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തു, നമ്മൾ ചിലപ്പോൾ അത് കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു ഫുഡൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ടൈം കഴിഞ്ഞ് അവസാനിച്ചിരിക്കുന്ന ഒരു ടൈമില് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് വന്നാലും നമ്മൾ എന്താ ചെയ്യാ, അവർക്ക് ആ ഫുഡ് ആ സമയത്ത് ഫുഡ് കൊടുക്കണം. പക്ഷെ നമ്മുടെ കയ്യില് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, അവർ ആ ഒരു ടൈം കറക്റ്റ് ആ ടൈമിനാണ് വന്നതെങ്കിലോ നമ്മൾ എന്താ, ആ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവിടെ ആ ഒരു ടൈമാണ് നമ്മൾ കാരണം. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് എത്ര നല്ല ഭക്ഷണങ്ങൾ എത്ര വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വളരെ സ്പീഡായിട്ട് നമ്മൾ പണിയെടുക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ ഈ ഒരു ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് 2 മണിക്കൂർ കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അത് അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലോ ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വിഭവങ്ങൾ ചിലപ്പോൾ ഇരട്ടിയാക്കിയിട്ടാവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സെൻസ് ഓഫ് അർജൻസിയാണ്. നമുക്ക് അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് അല്ലെ. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കുറവ് ടൈമിൽ നമ്മൾ വിഭവങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു അതേപോലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഇവിടെയും വേണ്ടത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിന് നമ്മള് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ കാണാം സ്പീഡിന്റെ സ്പെല്ലിങ്ങിൽ എന്നുള്ള ആ ഒരു സ്പെല്ലിങ് എത്ര എണ്ണം കൂടുതലാണെന്ന് നോക്കിയപ്പോ. അപ്പൊ നമ്മുടെ ഇതിൽ പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ വളരെ സ്പീഡായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. നമ്മള് എന്തൊരു കാര്യം പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൊമെന്റം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മെമെന്റോകൾ കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ പല അച്ചീവേഴ്സ് മീറ്റിലൊക്കെ പോയാൽ കാണാം നമ്മുടെ നമ്മുടെ പല ലീഡേഴ്സുകൾ പല രീതിയിൽ അവര് അച്ചീവ്മെന്റ്സ് ചെയ്തതിന്റെ ട്രോഫികളൊക്കെ വാങ്ങിക്കുന്നത് അല്ലെ, നമ്മൾ ലീഡേഴ്സ് കൊടുത്തതും വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഓരോ നമ്മുടെ ഇതിൽ തന്നെ ഓരോ പിന്നെ അച്ചീവ് ചെയ്തതൊക്കെ ആയിട്ട് നമ്മൾ പല മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ മൊമെന്റങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് എന്താ മൊമെന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൊമെന്റം കറക്റ്റ് ആവണം. അതായത് നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളായി മാറണം. അപ്പോഴാണ് നമ്മൾ ഈ വിചാരിച്ച ലെവലിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ അടുത്തത് പോയിന്റ് ആണ് ഗോ ഗെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ബിസിനസ്
പ്രോഫിറ്റബിൾ ആയിട്ട് മാറണമെങ്കിൽ, അതായത് ആയിട്ട് മാറണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സർക്കിൾ ഇപ്പോൾ നമ്മള് നമ്മൾക്ക് താഴെ കുറെ ആളുകൾ വരുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പുതിയ ജോയിൻസുകളാക്കുന്നുണ്ട്. ആ ഓരോ ജോയിന്റുകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ താഴെ വന്ന ആളുകളെ നമ്മൾ അവരെ കൃത്യമായി നമ്മൾ അവരെ ഫോളോ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നമ്മളിവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഏതൊരു ബിസിനസ് ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെലവാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, അല്ലെ? അപ്പൊ ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇത് ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു ജോലി ആണെങ്കിലും നമുക്ക് എങ്ങനെ നേടാമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൂടെ വരുന്ന ആളുകളിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ കൂടെ വരുന്ന ഒരു വ്യക്തിനെ അവർക്കൊരു വരുമാനമാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കും, അല്ലെ, നമുക്കും ഒരു വരുമാനം ലഭിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്, നമ്മൾ കൂടെ വരുന്ന ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനെ നമുക്കിപ്പോ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ നമുക്കൊരു പാസീവ് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് കരുതാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പല ജോലികൾ ചെയ്തിട്ട് നമുക്ക് നേടാൻ സാധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു സ്വപ്നങ്ങള് നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ നേടണം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ, ആ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ, ഈ ഒരു ബിസിനസ്സിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഒരു ഹൈ ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ടീം നല്ല സ്ട്രോങ് ഉള്ള ഒരു ടീമാക്കി മാറ്റുക. നമ്മൾ കൂടെ വരുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു വരുമാനം നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു പാസീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ ഒരു ഗോ ഗെറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ് ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മള് ഈ 3 സ്റ്റെപ്പ് ക്രൗണിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഈ ഗോ ഗെറ്റർ എന്ന് പറയുന്നത്. ഗോ ഗെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓട്ട മത്സരം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ആ ഫസ്റ്റത്തെ ആ ഒരു വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മള്, അല്ലെ, ഗോ സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്, അതായത് കുതിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അതേപോലെയാണ് ഈ ഒരു ഗോ ഗെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഗോ ഗെറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ നമുക്ക് കൂടെ വരുന്ന ആളുകളെ നോക്കണം. അപ്പൊ ഈ 3 സ്റ്റെപ്പ് ക്രൗഡിൽ നമുക്ക് വ്യക്തമാക്കി ഗോ ഗെറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഈ ഒരു വ്യക്തി, ഇപ്പൊ ആദ്യം നമ്മളിലേക്ക് തന്നെ നോക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം 10 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം നമ്മൾ, അല്ലേ? അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രസന്റർ ആയിരിക്കണം. നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉള്ള ആളുകളായിട്ട് മാറണം, ഈ പ്രസന്റർ ആണ്. അത് കഴിഞ്ഞാല് ഒരു വിന്നിങ് ടീമിന്, നമ്മുടെ ഈ വിന്നിങ് ടീമിന് ടൂൾസ് ഉണ്ട്. ഇപ്പൊ പുതിയത് വന്ന ആളുകൾക്ക് ശരിക്കും ടൂൾസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മുടെ ഇതില് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മറുപടികൾ, അല്ലെ, നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് പല ക്വസ്റ്റ്യൻസുകളും പല സംശയങ്ങളും ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിച്ച ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കുറെ ബുക്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ വിന്നിംഗ് ടീമിന്റെ ടൂൾസ് എന്ന് പറയുന്നത്. ഈ ടൂൾസ് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമുക്ക്, അല്ലെ? നമ്മൾ ഒരു 10 സ്റ്റെപ്പ് അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ വിന്നിംഗ് ടീമിന്റെ ടൂൾസുകളെല്ലാം യൂസ് ചെയ്ത് ഈ ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരാ വ്യക്തി നമ്മൾ എന്ത് ചോദ്യമാണെങ്കിലും, ഇപ്പൊ നമുക്ക് പ്രോസ്പെക്ട് നമ്മൾ ഫോൺ ചെയ്തിട്ടാണ് നാം സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സംശയം ഉണ്ടാവും. ആ സംശയം നമ്മളോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവരോട് ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കണ്ടേ? നമ്മളിപ്പോ ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിയണ്ടേ, ഞാൻ ഇതിലേക്ക് വന്നു എന്ന് കരുതിയോണ്ട് എന്താണ് എല്ലാവരും അത് എനിക്കൊരു പ്രോസ്പെക്ട് നമ്മൾ കൂടെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി എന്നൊരു മൈൻഡില് നമ്മൾ പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ടോ? പക്ഷെ ഇങ്ങനെ പോയി കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും.
സാധിക്കില്ല. കാരണം ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു പ്രോസ്പെക്റ്റിനോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് തിരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും? സാധിക്കില്ല. പക്ഷെ അതൊക്കെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിൻമീറ്റിന്റെ ടൂൾസുകളെല്ലാം നമ്മൾ പഠിക്കാനും, നമ്മുടെ സെഷൻസുകൾ ഓരോ സെഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. രാവിലെ 6 മണി നമ്മുടെ ഈ മോർണിംഗ് CP ആണെങ്കിലും, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഓരോ സെഷനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരം അറിവുകൾ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അറിവ് നേടുന്ന അനുസരിച്ചാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് കറക്റ്റ് ആളെടുത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ഗോഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 10 core സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, പ്രസന്റർ ആയിരിക്കണം, അതുപോലെ തന്നെ വിന്നിങ് ടീമിന്റെ ടൂൾസുകളെല്ലാം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ ഒരു 4 5 അല്ലെങ്കിൽ 5 6 ലോയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ലോയൽ കസ്റ്റമേഴ്സ് നമുക്ക് വേണമെന്ന് പറയുന്നത്, നമ്മളെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റ് വൈസ് കമ്പനിയാണല്ലേ. നമ്മുടെ ഈ ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം, അതായത് ബിസിനസ് നമുക്ക് ഒരു ടേൺ ഓവർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതനുസരിച്ചാണ് നമ്മൾ വരുമാനം കൊടുക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ലോയൽ കസ്റ്റമേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ അവരിതാക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് 10 core സ്റ്റെപ്സും അതുപോലെ തന്നെ ഒരു പ്രസന്റർ ആവണം, വിന്നിംഗ് ടൂൾസുകളും യൂസ് ചെയ്യുന്ന വ്യക്തിയാവണം, ഈ പറഞ്ഞ 5 6 ഒരു ലോയൽ കസ്റ്റമേഴ്സിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആളാണ് കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയി മാറണം. അപ്പൊ നമ്മള് ഇവിടെ സ്വന്തം PV നമ്മൾ നോക്കരുത്. ഇപ്പൊ നമ്മൾ സ്വയം ചെയ്യുന്ന PV അല്ലാതെ നമ്മള് ഇതേ ഈ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലോയൽ കസ്റ്റമേഴ്സിലൂടെ ഒരു 500 PV എങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മുടേതല്ല സ്വന്തം, അത് സെൽഫ് PV അല്ലാതെ നമ്മള് ഒരു 500 PV കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ആണ് കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ കീഴിൽ വരുന്ന വ്യക്തികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇപ്പൊ നമുക്കൊരു 6 ആള് ഒരു 6 ലെഗ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളല്ലേ നമ്മൾ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കറക്റ്റ് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതേ തന്നെയാണ് നമ്മുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ കൂടെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അത് അവർ ചെയ്യുമ്പോൾ അവരുടെ വരുമാനം കൂടുന്നു, അതിനനുസരിച്ച് നമ്മുടെ വരുമാനം അതുപോലെ നമ്മുടെ പോയിന്റ് നമുക്ക് വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ വരുന്ന വ്യക്തിനെ, അങ്ങനെ വരുന്ന ഒരു 6 വ്യക്തികളെ നമ്മൾ ഇതുപോലെ ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റുക. അതായത് ഇത്തരം കാര്യങ്ങളല്ല, ഈ 4 5 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തി, 6 വ്യക്തികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ ഒരു 6 വ്യക്തികൾ അത് കൃത്യമായിട്ട് അവര് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 10 core സ്റ്റെപ്പ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവണം, ഒരു നല്ലൊരു പ്രസന്റർ ആയിട്ട് മാറുന്നുണ്ടാവണം, അതുപോലെ വിന്നിംഗ് ടീമിന്റെ ടൂൾസുകളെല്ലാം കൃത്യമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു 5 6 ലോയൽ കസ്റ്റമേഴ്സിന് ഉള്ള ഒരാളായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നമ്മളെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആ ഒരു അങ്ങനെയുള്ള ഒരു 6 വ്യക്തികൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്താ, നമ്മളിപ്പോ ഒരാളെയാണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മാറ്റേണ്ട ഒരു വ്യത്യാസപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരാളെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതില് ഒരു 4 5 ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അവിടെ ഒരു മാറ്റം വരുന്നുണ്ടാവില്ലേ. നമുക്ക് ഇത്രയും നമ്മൾ സ്വയം ചെയ്യണം കേട്ടോ. നമ്മൾ സ്വയം ചെയ്താലാണ് അത് നമ്മുടെ കൂടെ വരുന്ന ആൾക്ക്. അപ്പൊ അത് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ആ ഒരാളോട് നമുക്ക് പറയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യാതെ നമ്മളെ കൂടെ വരുന്ന ആളുകളോട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം അവരപ്പൊ എന്താ, നമ്മൾ പറയുന്ന ആ കാര്യം അവർ കേൾക്കാൻ തയ്യാറാവില്ല. കാരണം നിങ്ങളത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നില്ല, എങ്കിലല്ലേ എനിക്കത് ചെയ്യണ്ടോ എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളായി മാറണം. നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും ഈ ഒരു കാര്യങ്ങൾ അവരിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, നമ്മളെ കൂടെ വരുന്ന ആളുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി അവർ ഫോളോ ചെയ്യാനും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു വരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റി അവരെത്തുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്കും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 6 വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു
പാസീവ് ഇൻകം അവിടെ വന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വ്യക്തി നമ്മുടെ എന്ത് പ്രതിസന്ധി വന്നാലും, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവർ ഈ ഒരു ബിസിനസ് വിട്ടു പോവില്ല. കാരണം ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ ഫോളോ ചെയ്തു അല്ലെ. ഇനിയിപ്പോ നമ്മള് ഈ ഒരു ഇത്രയും നല്ലൊരു 6 ആളുകൾ, നമ്മുടെ വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അവിടെ കൃത്യമായി നടക്കുന്നുണ്ടാവും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം മാറുക, അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ വരുന്ന ആളുകളെയും ഇതേ രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്യും. ഇപ്പൊ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഈ ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പൊ നമ്മൾ സെൽഫ് അല്ലാതെ തന്നെ നമ്മളൊരു 4 5 ലെവൽ കസ്റ്റമേഴ്സ് മുഖേന നമ്മളൊരു 500 പീസ് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരു 500 പീസ് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകള്, നമ്മുടെ കൂടെ വരുന്ന ആളുകൾ നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ്. അപ്പൊ അവരും നമ്മൾ ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവരും ഇതുപോലെ ഒരു 500 പീസ് കൊണ്ടുവരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു 6 ആള് ഈ ഒരു 500 പീസ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഒരു 3000 പോയിന്റ് ആയി ഇല്ലേ. അതൊരു 3000 പോയിന്റ് നമുക്ക് ലഭിച്ചു. നമ്മൾ കൊണ്ടുവരുന്ന പേര് അടക്കം ഒരു 3500 പോയിന്റ് നമുക്ക് ഒരു മാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ ഒരു 3500 പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ശരിക്കും ഒരു ബ്രോൺസിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഈ അങ്ങനെ എത്തി ഈ പറഞ്ഞ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു മാസം എന്ന് പറയുന്നത് ഒരു 12,000 രൂപയിലും കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ അവർക്കൊരു വരുമാനമായി അല്ലെ. ഒരു മാസം അവർക്കും ഇതേപോലെ 12,000 രൂപയോളൊക്കെ അവർക്കും വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് ആയാല് നമ്മുടെ പൊസിഷനും നമ്മൾ കൃത്യമായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ കൂടെ വരുന്ന ആളുകളെ ഇതേ വിന്നിംഗ് ടീമിന്റെ ടൂൾസുകളും അതുപോലെ മീറ്റിംഗ്സുകളും ഒക്കെ അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ചെയ്യുന്നതനുസരിച്ച് അവര് ഓട്ടോമാറ്റിക്കലി അവരും ഇതിലേക്ക് വരും. കാരണം അവർക്ക് ഒരു ടീം ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ആ ഒരു വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ അവർ ചിന്തിക്കും. കാരണം ഇതിപ്പോ ഒരു വരുമാനം കിട്ടുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് പോയിന്റ് മനസ്സിലാക്കി എടുത്താൽ എന്ത് കാരണം ഉണ്ടെങ്കിലും ഇപ്പൊ എന്ത് അത്യാവശ്യം ഇപ്പൊ പലർക്കും ഉണ്ടാവും, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ലെവലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മാറി നിന്നതുകൊണ്ട് നമുക്ക് ഈ വിചാരിച്ച ഗോളിലേക്ക് എത്താൻ സാധിക്കില്ല ഒരിക്കലും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് എത്ര സ്പീഡിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അത്രയും സ്പീഡിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഗോളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കി ഈ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു ബിസിനസ്സിനെ വിട്ടു പോകില്ല, വിട്ടു പോകാൻ സാധിക്കില്ല. കാരണം ഇനിയിപ്പോ അഥവാ നമ്മൾ മാറി നിന്നാലും നമ്മുടെ കൂടെ ഇത്രയും നല്ലൊരു നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ വരുന്ന ഒരു ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു 6 വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ തന്നെ നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നിലയ്ക്കാത്ത വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സ്വയം മാറും. നമ്മൾ നല്ലൊരു ബിസിനസ് മെന്റാലിറ്റിയിലേക്ക് വരും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന ഇത് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന ഒരു താൽക്കാലികമായിട്ട് ചെയ്യുന്നതല്ല ഈ ഒരു ബിസിനസ്. നമുക്ക് കാലാകാലം വേണ്ടതും നമ്മൾ ഇല്ലെങ്കിൽ പോലും അത് നമ്മുടെ വീട്ടിലേക്ക് കിട്ടേണ്ട, അതായത് നമുക്ക് ആ ഒരു വരുമാനം നിലയ്ക്കാതെ കിട്ടേണ്ട ഒരു ബിസിനസ്സാണത്. അപ്പൊ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യണം. നമ്മൾ നല്ലൊരു ബിസിനസ് മൈൻഡിലേക്ക് വരിക, നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കും ഇതുപോലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ ഒരു 30 എസെൻഷ്യൽ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഈ 13 പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ഇപ്പൊ മുന്നത്തെ സെഷനുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലീഡേഴ്സ് ചെയ്തിട്ടുള്ള സെഷനുകൾ ഉണ്ട് നമുക്ക് ഈ 30 എസെൻഷ്യൽ എന്ന് പറയുന്നത്. ആ ആ ഒരു ഇത് നമ്മൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ മെന്ററായിട്ട് നമ്മൾ സംസാരിക്കണം, ഡെയിലി നമ്മൾ അവരായിട്ട് സംസാരിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൂടെ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ദിവസം ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മളത് ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയെ നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയാണ് ഈ ബിസിനസ് അല്ലെ. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിലയ്ക്ക് നമുക്കൊരു തടസ്സങ്ങൾ ഇവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായി നമ്മൾ ഡെയിലി ഒരു സംസാരം ഉണ്ടായിരിക്കണം. അവരുമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമുക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മെന്റർ, ഇപ്പൊ ഷാജി സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു തരാനുള്ള
തയ്യാറായിട്ടുള്ള ഒരാളാണ്. നമ്മൾ അദ്ദേഹവുമായിട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്ടിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും നമ്മൾ ഓരോ സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്നും കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പറഞ്ഞു സാറ് പരിചയപ്പെട്ടു, ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ മറന്നുപോയി. പുതിയ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ, എന്റെ പേര് സാജിദ ദാവൂദ്, ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ 4 മാസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള സംസാരിച്ചതിന്റെ ഫലമായിട്ടാണ്. നീ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്തു. കാരണം നമ്മൾ ഞാൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പൊ ഈ ഒരു സിസ്റ്റങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടും അത് നമ്മളെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതനുസരിച്ച് നമ്മൾ പോകുന്നതനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഈ ഒരു ബിസിനസ്സിലാണെങ്കിലും നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പുതിയത് വന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മുടെ മെന്ററുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, ഈ ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഇതിലൂടെ നല്ലൊരു വിജയം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് എന്റേതായ രീതിയിലാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ലീഡേഴ്സിന് പലർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്, പഴയ ലീഡേഴ്സിനൊക്കെ അറിയുന്നതാണ്. അപ്പൊ അവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പല തെറ്റുകളും ചിലപ്പോൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു 4 മാസത്തെ അറിവ് മാത്രമേ എനിക്കുള്ളൂ, ഒരു അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ പുതിയത് വന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു സാർ. താങ്ക് യു സാജിദ. വളരെ മനോഹരമായിട്ടാണ് 13 എസെൻഷ്യലിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ചെറിയൊരു സെഷൻ അല്ല കേട്ടോ, ഇത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 13 എസെൻഷ്യൽ പല ലീഡേഴ്സും ചെയ്യാറുണ്ട്. പക്ഷേ സാജിദ വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം എല്ലാ ചൊവ്വാഴ്ചയും സാജിദ ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഓർമ്മപ്പെടുത്താനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ലിങ്ക് അയക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. സാജിദോട് ചോദിച്ചു ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഞാൻ റെഡിയാണെന്ന്. അത് അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച ദിവസം എനിക്ക് സെഷൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് ഞാൻ പഠിച്ച് ചെയ്യണം, ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്ത വ്യക്തിയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് 13 സെഷന്റെ വളരെ ഇമ്പോർട്ടൻസ് ആയ ഭാഗങ്ങളാണ് ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഞാനിനി റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മൾ CEP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. നമ്മൾക്ക് പഠിക്കാനും നമുക്കത് പഠിപ്പിക്കാനും പറ്റുന്ന ഒരു പ്രോഗ്രാം. അതാണ് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കാനും ഇതുപോലെ പ്രസന്റേഷൻ ചെയ്യാനും നിങ്ങളെല്ലാവരും പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പല ലീഡർമാരും ചെയ്ത റെക്കോർഡ് സെഷനാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു വർഷം ഇത്രയും കാലം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഓരോ ലീഡേഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല പല ലീഡർമാർ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ 10 കോർ സ്റ്റെപ്പും 13 എസെൻഷ്യലും നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ ബിസിനസ്സിൽ. അതിൽ അവസാനത്തെ പറഞ്ഞ ആ ഒരു കാര്യം നമ്മളെ ഒന്ന് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അത് സ്പീഡ് കൂട്ടിയേ പറ്റൂ. നമ്മളെ വരുമാനം കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടുക. ഗോഗറ്റർ എന്ന് പറഞ്ഞ കാര്യം സാധ്യത വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വരുമാനം വാങ്ങിക്കുന്ന 6 പേരെ നമ്മളെ മേലിൽ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വരുമാനം വരും. മനസ്സിലാകും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഗോ ഗെറ്ററിനെ ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് വരുമാനമാണ്. 6 വ്യക്തികളെ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളെ നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട. അതിന് നമുക്കത് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഗോ ഗെറ്റർ നേരെ താഴോട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മതി. അതിന് താഴെയും വരുമാനം വാങ്ങിക്കുന്നവരെ ക്രിയേഷൻ ചെയ്ത് പോയാൽ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം. പിന്നെ ആദ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ റിവ്യൂവിലേക്ക് പറയുകയാണ്. നമ്മൾ പ്രോഗ്രാം പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിക്കൂലി നഷ്ടമാണ്, സമയം നഷ്ടമാണ്. അവിടെ അല്ലെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അവിടെ ചാർജ് ആവും, എനർജിയൊക്കെ തിരിച്ചു വരും. ഇതൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എക്സ്പെൻസിനെ എല്ലാവരും ടെൻഷൻ അടിക്കുന്നതാണ്. 100 BB സാധനം വാങ്ങിക്കുമ്പോൾ ആ പൈസ നഷ്ടം എന്നൊക്കെ ചിന്തിക്കുക. ബിസിനസ് മൈൻഡിലേക്ക് വരുന്ന വ്യക്തി ഇതിനെ ശരിക്കും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ എപ്പോഴും ബിസിനസ്സുകാരനായിരിക്കില്ല, പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബിസിനസ് പിടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പല ആൾക്കാരും അതിൽ നിന്ന് കിട്ടിയതിന് ശേഷം, വരുമാനം കിട്ടിയതിന് ശേഷം പ്രൊഡക്റ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ വരുമാനം കിട്ടിയതിന് ശേഷം FRU അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിൽ കൂടുതൽ ആൾക്കാർ. ഇത് ബിസിനസ് മൈൻഡ് സെറ്റ് അല്ല കേട്ടോ, അത് എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് എന്ന് പറയും. 1000 രൂപക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും ചിന്തിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ല. 500 രൂപക്ക് സാധനം വാങ്ങിച്ചാൽ എന്താ കിട്ടുക? ആ രീതിയിലാണ് പല ആൾക്കാർ ഈ ബിസിനസ് ജോയിൻ ചെയ്യുന്നത്. അല്ല, ക്ലിയർ ആയിട്ട് ഞാനത് മനസ്സിലാക്കുന്നത് അതാണ്. നമ്മൾ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന വഴി ഇതിനകത്ത് ബിസിനസ് അവസരമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം
നമ്മൾ വോളിയം ക്രിയേഷൻ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ 500 PV ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. നമ്മളൊരു ലോയൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഓരോ വ്യക്തികൾക്കും ഒരു ബ്രോൺ സ്ട്രൈക്കർ ആവാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. 6 വ്യക്തികളെ ക്രിയേഷൻ ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മതി. നമ്മൾ 500 എത്തിയില്ലെങ്കിൽ ഒരു 300 ചെയ്യാൻ അനൂപ് ഗുപ്ത സാറിൻ്റെ ഒരു സെഷൻ ഉണ്ട്. അത് നിങ്ങൾ ഹിന്ദി അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും. അതിന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അദ്ദേഹം 500 PV ക്ലബ്ബാണ് ഉണ്ടാക്കുന്നത്. എല്ലാ മാസം 500 PV സർക്കിൾ ഉണ്ടാക്കിയെടുത്തു. എന്ന് വെച്ചാൽ 500 PV വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ലീഡേഴ്സിനെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് താഴെ അതേപോലെ ക്രിയേഷൻ ചെയ്തു പോകും. അദ്ദേഹം ദുബായി വന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 25 ലക്ഷം രൂപയാണ് അദ്ദേഹം അതിലൂടെ വരുമാനം വാങ്ങിക്കുന്നത്. 25 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നത് ആ 500 PV സർക്കിളിനെ ക്രിയേഷൻ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യിപ്പിക്കുക. നമ്മൾ 6 ലെയറിലും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കണം? ഒരു 10 മിനിറ്റ് ഈ 13 എസെൻഷ്യലിനെ കുറിച്ച് സാജിദ മാഡം പറഞ്ഞതിലും എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ അവസരം തരുന്നുണ്ട്. 5 മിനിറ്റുള്ള 10 മിനിറ്റ് ഉണ്ടാവും. ആർക്കെങ്കിലും ഈ 13 എസെൻഷ്യൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റിക്കോ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞതാണ്. നമുക്ക് പഠിച്ചിട്ട് പോകാനുള്ള ബിസിനസ്സാണ്. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഉണ്ടോ? എല്ലാവരും ചിലപ്പോൾ തിരക്കിലായിരിക്കും, കേട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടോ, യാത്രയിലായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? സാറേ ഇന്നൊരു സുലേഖ വന്നിട്ടുണ്ട് ഓൺലൈനിൽ പുതിയതായിട്ട്. ഇന്നലെ രാത്രിയും കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എനിക്കാണ് സംസാരിക്കാം. രേഖ മാഡം, ഓക്കെ. സുലൈഖ, സുലേഖ ഉമ്മാറുന്നു. സുലൈഖ ഉമ്മർ കാണുന്നില്ലല്ലോ. ഉണ്ടോ? സുലേഖ സ്വല്പം രീതിയിലുണ്ടാവും രാവിലത്തെ ജോലി തിരക്കിലുള്ളത്. അവർ ഇന്നലെ ഉച്ചക്കത്തെ സെഷൻ പങ്കെടുപ്പിക്കുക, അല്ലെങ്കിൽ രാത്രിയത്തെ സെഷൻ പങ്കെടുക്കുക. അപ്പോൾ ബിസിനസ് അവർക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് ശേഷമുള്ള കാര്യങ്ങളായാലും അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണെങ്കിൽ എപ്പോഴും ഉച്ചക്കത്തെയോ അല്ലെങ്കിൽ രാത്രിയത്തെ സെഷൻ പങ്കെടുപ്പിക്കും കേട്ടോ. അല്ല ഒരു ഇന്നലെ ഇന്നത്തെ പ്രാവശ്യം പ്ലാൻ രാവിലത്തെ കേട്ടതിന് സെഷൻ ശേഷം രാവിലെ പങ്കെടുപ്പിക്കാൻ, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ രാവിലത്തെ അവർക്കൊന്നും ദഹിക്കത്തില്ല. വിനോദ് സാറിന്റെ അടുത്തുനിന്ന് സംസാരിക്കാൻ സംസാരിച്ച് കുഴപ്പമില്ല, അതിന് പിന്നെ കുഴപ്പമില്ല. ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ ബിസിനസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഈ പ്രോഗ്രാം പങ്കെടുപ്പിക്കണം. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, എനിവേ കുഴപ്പമില്ല. വൈകുന്നേരത്തെ മീറ്റിങ്ങിലൊക്കെ അവരെ പങ്കെടുപ്പിക്കണം കേട്ടോ. എൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ സംസാരിച്ചു. ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും ഈ ഒരു പറഞ്ഞ സെഷനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണോ? ആർക്കെങ്കിലും 13 എസെൻഷ്യലിൽ ഈ അവസാനം ചെയ്ത ആ 3 ഭാഗം വളരെ ഇമ്പോർട്ടൻസ് ആയ പാട്ടാണ്. ആരും സാർ ഐഡിയ എടുക്കാൻ തയ്യാറാവില്ല. പ്രോഡക്റ്റ് എല്ലാവർക്കും വേണം, ഐഡിയ എടുക്കാൻ ആരും തയ്യാറാവില്ല. അതാണ് പ്രശ്നം. അല്ല, ആ ഐഡിയ എടുക്കാൻ പ്രോഡക്ട്സ് തയ്യാറായ അവരാണ് ഈ ലോയൽ കസ്റ്റമർ. ഐഡിയ എടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തികൾ കസ്റ്റമറാണ്. അവരെ കസ്റ്റമറായി അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മളൊക്കെ അതിനോട് പ്രാർത്ഥിക്കുകയാണ്. സാധനം വാങ്ങിക്കുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ലോയൽ കസ്റ്റമറാണ്. നമ്മുടെ പേഴ്സണൽ PV കൂട്ടാൻ സാധിക്കും, കുഴപ്പമില്ല. അത് രഹസ്യത്തിന്റെ പേഴ്സണൽ പരിചയക്കാരല്ലേ? പരിചയക്കാരല്ലേ? അതെ, പരിചയക്കാരും അവരത്രേ കോവർക്കേഴ്സും. കിട്ടത്തില്ല, അവർ ബിസിനസ് വരില്ല. അവരെ പ്രതീക്ഷ ഞാൻ എന്നും ലേഖചിറ്റ് നമ്മൾ മീറ്റിങ്ങിൽ വരാതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം. ബന്ധക്കാരെ, പരിചയക്കാരെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാതിരിക്കുക, എങ്കിൽ നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റും. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി. ഇതിൽ പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കുടുംബക്കാരെ ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നമ്മൾ ബിസിനസ് കളഞ്ഞിട്ട് പോകേണ്ടി വരും. കാരണം അവർക്ക് ജോയിനിങ് നടക്കുന്നുണ്ടാവില്ല, അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവസാനം അവർ പറയുന്ന ഒറ്റ വാക്കാണ്, എന്നെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ച് അവർ വരുമാനം ഉണ്ടാക്കിയെന്ന് പറയും. നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോയെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവത്തില്ല. പക്ഷെ അവർ ആ ഒരു പ്രശ്നം കാണില്ല. അപ്പോൾ എപ്പോഴും ബന്ധക്കാരെയും ചങ്ങായിമാരെയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരാതെ അവർ വെറും കസ്റ്റമറായിട്ട് കൂടെ നിർത്തും. എന്നുവെച്ചാൽ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പുറത്തോട്ടുള്ള ഇപ്പൊ രേഖ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ വേണ്ടി നമുക്ക് പോയി കാണാം. നിങ്ങളുടെ ഫ്രണ്ടിനെ ഇപ്പൊ ഫ്രണ്ട് ഒരാൾ ജോയിൻ ചെയ്തു, നമ്മൾ ഡൗൺലൈൻസ് ജോയിൻ ചെയ്തു. ആ ഡൗൺലൈൻസിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് പ്ലാൻ കാണിക്കാൻ പറ്റും. അവർ കൊണ്ടുവന്ന ലിസ്റ്റിലുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾക്ക് നേരിട്ടുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരുമ്പോൾ അവരെന്നും നമ്മളുടെ വരുമാനം നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വരുമാനം
അവരുണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മൾ എന്നെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ച് പൈസ ഉണ്ടാക്കി എന്നൊക്കെ ഒരു കംപ്ലൈൻസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പിന്നെ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഡൗൺ ആയി. നെഗറ്റീവ് ആവും. മാക്സിമം അവർ ഒഴിവാക്കുക. അവരെ കസ്റ്റമർ ആയിട്ട് തന്നെ നിർത്തിയാൽ മതി. നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ആ സർക്കിളില്ല. നമ്മളൊരു 5-10 ലോയൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ PV 300 PV 400 PV 500 PV ആയി മാറി ഇല്ലേ? ഇത് തന്നെയാണ് രേഖചിറ്റിന്റെ കൂടെ ഈ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആരെങ്കിലും ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ ഇതന്നെ ഡ്യൂപ്ലിക്കേഷൻ. ഇപ്പം മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി കാസർഗോഡ് സ്വദേശിയാണ്. ആ കാസർഗോഡിൽ നിന്ന് മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണയുള്ള രേഖചിറ്റിന്റെ ഒരു വ്യക്തി എത്തി ജോയിൻ ചെയ്തു. ചേച്ചിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്, ആ കസ്റ്റമർക്കെല്ലാം പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് മതി. ഇത് തന്നെ കുറെ വർക്ക് ചെയ്യുന്ന ഒരാൾ ബിസിനസ്സിലേക്ക് വരും, ആ വ്യക്തി ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. അതാണ് ഇതിനൊരു സമയം, ആദ്യത്തെ കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്. ഒരു പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വിനോദ് സാർ പറഞ്ഞു തരാറുണ്ട്. വിനോദ് സാർ സംസാരിക്കാറുണ്ട്. എപ്പോ വിളിച്ചാലും അവൈലബിൾ ആട്ടോ വിനോദ് സാർ. അത് നമ്മൾ കണ്ടിന്യൂ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളെ ഒരിക്കലും ഡൗൺ ആവാതെ നമ്മൾ ആൾക്കാർ വരാതിരിക്കുമ്പോൾ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഔട്ടായി പോകും. നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ. ഞാൻ എന്നോട് ആര് മെസ്സേജ് അയച്ചാലും ഞാൻ അവരോട് ഒറ്റ റിപ്ലൈ കൊടുക്കും, കണ്ടിന്യൂ ആക്ഷൻ എന്ന് പറയും. സിമ്പിൾ ഷോർട്ട് കട്ട് മെസ്സേജാണ് കണ്ടിന്യൂ ആക്ഷൻ. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യൂ, റിസൾട്ട് വരും. പഴയ ആൾക്കാർ ഞാൻ രേഖചേച്ചിനെ ഞാൻ വിനോദിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേഖചേച്ചിനെ കോൺടാക്ട് ചെയ്യണം. കാരണം അവർ ചിലപ്പോൾ പരിചയക്കാരും ചങ്ങായിമാരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വരാതിരിക്കുമ്പോൾ ഡസ്പായി പോകും, ഡൗൺ ആയി പോകും, ബിസിനസ് മാറിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ അതാണ് അപ്ലൈനുമായിട്ട് എപ്പോഴും സംസാരിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡൗൺ നെഗറ്റീവ് മാറി കിട്ടും. സാർ പറഞ്ഞു തരാറുണ്ട്. ഇതില് ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വരുന്നത് എന്തുകൊണ്ടല്ല, ഈ ഒരു കാരണം കൊണ്ടാണ്. പല ആൾക്കാരും മെസ്സേജ് അയക്കത്തില്ല, ബിസിനസ് ഡൗൺ ആവുന്ന സമയത്ത് മെസ്സേജ് അയക്കത്തില്ല. പല ലീഡർമാരും അങ്ങനെ തന്നെ. ബിസിനസ് ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിനിങ് നടക്കുന്നില്ലെങ്കിൽ മെന്റർഷിപ്പ് ചെയ്യുന്ന ആരാണോ ആ വ്യക്തിയോട് സംസാരിക്കാൻ തയ്യാറാവത്തില്ല. അതുകൊണ്ട് അവർ ബിസിനസ് എപ്പോഴും ഡൗൺ തന്നെയായി മുന്നോട്ട് ഒരു സ്റ്റെപ്പിനപ്പുറം പോകുന്നുണ്ടാവും. നമ്മൾക്ക് എപ്പോഴാണോ നമ്മൾ ഡൗൺ ആയി കിടക്കുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മെന്ററുമായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് ബിസിനസ് തീരെ നടക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് മെന്ററായിട്ട് എപ്പോഴും കൂടുതൽ ബിസിനസ് ഉള്ള സമയത്തും ഏറ്റവും ലോ ബിസിനസ് ഉള്ള സമയത്തും മെന്ററായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് പിന്നെ ഒരു പതർച്ചയും വരത്തില്ല, ഒരു തകർച്ചയും വരത്തില്ല. മെന്റർ ആരാണോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക, ആ മെന്ററുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കാൻ സമയമുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു ക്രൗൺ ഡയറക്ടർ എത്തിയ വ്യക്തിയെ മെന്റർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അതുവരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടാവും. ഒരു ക്രൗൺ ഡയറക്ടറായി മെന്റർ ആയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്രയും പെട്ടെന്ന് ക്രൗൺ പിടിച്ച് ഇതിൽ വന്നത്. കാരണം നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് അതുവരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാണ്. ക്ലിയറായി നിൽക്കുക. നമ്മൾ മെന്റർഷിപ്പുള്ള വ്യക്തി എപ്പോഴും സംസാരിക്കുക, അവർ പറയുന്നത് 100% വിശ്വസിക്കുക കേട്ടോ. കാരണം ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ്, നിങ്ങൾ അപ്ലൈ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടിത്തരാൻ വേണ്ടി തന്നെയായിരിക്കും. ഈ പല സെക്ടറിൽ നിങ്ങൾ ഏത് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞാലും അവർ പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, അപ്ലൈനെ പൂർണ്ണമായി വിശ്വസിക്കുക. അദ്ദേഹം മതിലിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാലും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാലും താഴെ ഒരു 5-6 പ്രോസ്പെക്ട് ഉണ്ടാവും, നിങ്ങൾക്ക് ജോയിനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അത് ചാടിക്കൂടാ, ഒന്നും പേടിക്കണ്ട. കാല് വേദനയാവുന്ന പേടിക്കേണ്ട, കാല് വേദന ഉണ്ടെങ്കിലും താഴെ നല്ല ജോയിനിങ് ഉണ്ടാവും. അത്രത്തോളം വിശ്വസിക്കാൻ എന്നോട് പറഞ്ഞു. അത് നല്ല വ്യക്തിയായിട്ടുണ്ട്. വെറുതെ ഒരാൾ സാധനം വാങ്ങിക്കാൻ ഒരു ബിസിനസ്സുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത വ്യക്തിയല്ല. ബിസിനസ് സീരിയസ് ആയിട്ട് അപ്ലൈ ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് 100% വിശ്വസിക്കാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ആർക്കെങ്കിലും വേറെ ഒന്നുമില്ല, നമ്മുടെ സമയമായി. അതിന് 5 മിനിറ്റ് സമയമുള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ അവസരം തന്നത്. ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ മുന്നോട്ട് വരും കേട്ടോ. നമുക്ക് ഒരു അവസരം സംസാരിക്കാൻ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് മൈക്കം ഓണാക്കി ഞാനങ്ങ് സംസാരിച്ചേക്കണം. അപ്പോഴാണ് നിങ്ങൾ വിജയിക്കത്തുള്ളൂ. എന്തെങ്കിലും വിചാരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാതെ സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, ഞാൻ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നല്ല നല്ല സാധനങ്ങളാട്ടോ. നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമല്ല, വളരെ നല്ല റിസൾട്ടാണ്. അതെ, ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇതിൽ വന്ന് ഉപയോഗിച്ചപ്പോഴല്ലേ കോൺഫിഡന്റ് വർദ്ധിച്ച് അല്ലേ? ഇത് തന്നെയാണ്, ഇതാണ് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് ഇപ്പൊ ആദ്യം കൊടുത്തത്. അത് കൂടാതെ ഞാൻ കൊടുത്തിട്ടുള്ള 1-2 പ്രോഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നല്ല നല്ല റിസൾട്ടുകളാണ്. വെരി ഗുഡ് റിസൾട്ട് എല്ലാവരും പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പഞ്ചതുളസി ഡ്രോപ്സ് ഉണ്ടല്ലോ, ആ ഡ്രോപ്സ് നമുക്ക് ഫീവർ ഒക്കെ വന്നിട്ട് പഞ്ചതുളസി ഡ്രോപ്സ് മാത്രം കഴിച്ചിട്ട് കോൾഡും ഫീവറും മാറി. എന്റെ സ്വന്തമായിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. ഞാനൊരു 10 ദിവസം അത് ഉപയോഗിച്ചപ്പോഴത്തേനും ഞാനൊരു മെഡിസിൻ എടുക്കുക, ഒരു തലവേദനയ്ക്ക് ഒരു പാരസെറ്റമോൾ മാത്രം കഴിച്ചു 2 ദിവസം.
തലവേദന സഹിക്കാൻ പറ്റാണ്ട് പനിയായിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാനൊരു നേഴ്സാണ്. എന്നിട്ട് വരെ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. വിനോദ് സാറാണ് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. അത് കഴിച്ചോളൂ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് മാത്രം കൊണ്ട് 2 നേരം ഞാൻ അത് കഴിച്ചു. അത് മാത്രം കൊണ്ട് മാറി. ആവി പിടിച്ചു, അത് മാത്രം. ഒരു 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ക്യൂറായി. ആദ്യമായിട്ടാണ് ഞാൻ അസുഖം വന്നിട്ട് മരുന്ന് കഴിക്കാൻ. ഞങ്ങളൊക്കെ ഞാൻ 4.5 വർഷമായി ഉം. ഒരു മരുന്ന് അതാണ്. കഴിക്കില്ല. അപ്പൊ കൂടെ മീറ്റിങ്ങിൽ വല്ലവരും ഉണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കണം. അത് സത്യം പറഞ്ഞാൽ അത്ര നല്ലൊരു പ്രോഡക്റ്റാണ് പഞ്ച് തുളസി. പിന്നെ ഓരോന്നും ഇപ്പൊ ഉപയോഗിച്ച് വരുന്നതല്ലേ ഉള്ളൂ. 2 മാസമൊക്കെ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയണമെങ്കിലേ. ഓക്കെ, അടുത്ത മാസം നമുക്കൊരു ഇതുപോലത്തെ എക്സ്പീരിയൻസ് വരുന്ന സെഷനിൽ രഹസ്യിച്ച് ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ രാവിലത്തെ സെഷനിൽ നിന്ന് പറഞ്ഞു തന്നാൽ മതി. എല്ലാ മാസങ്ങളിലും 3 ദിവസം നമ്മളങ്ങ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് ഇന്ന് സമയമായി. സെഷൻ വൈൻഡപ്പ്. ഓമന മാഡം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്താൽ അൺമ്യൂട്ട് ആക്കാൻ പറ്റും കേട്ടോ. പണ്ടേ ഡൗൺലോഡ് ചെയ്ത് വെച്ച വെർഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇന്ന് തന്നെ ചെയ്യേണ്ടത് സൂം മീറ്റിങ്ങിൽ വന്നിട്ട് അത് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്താൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ലൊരു സെഷനാണ് നമുക്ക് ഇന്ന് സാജിദ മാഡം തന്നത്. എല്ലാവരും ചാറ്റ് ബോക്സിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. വിഷ് യു വെൽ.